തടവിൽ കഴിയുന്ന പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ കസ്റ്റഡിയിൽ വെച്ച് മരിച്ചെന്നുള്ള തരത്തിലുള്ള അതീവ ഗുരുതരമായ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നാലോചിച്ച് നോക്കൂ, ലോകത്തെ മുഴുവൻ ശബ്ദരാക്കിക്കൊണ്ട് പ്രമുഖ മാധ്യമ പ്രവർത്തകൻ വജഹത് സയ്യദ് ഖാനാണ് ഈ വാർത്ത ആദ്യമായി തന്നെ പുറത്തുവിട്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. ആലോചിക്കണം, പാകിസ്ഥാൻ സൈന്യത്തിന്റെ ജനറൽ ഹെഡ്ക്വാർട്ടേഴ്സിലെ അതീവ ഉന്നതരായ സൈനിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു ഈ റിപ്പോർട്ടുകളെല്ലാം പുറത്തു വന്നിരിക്കുന്നത്. സൈന്യത്തിലെ ഒന്നിൽ കൂടുതൽ ഉന്നത ഉദ്യോഗസ്ഥർ തന്നോട് ഇക്കാര്യം കൃത്യമായി സ്ഥിരീകരിച്ചുവെന്നും ഇമ്രാൻഖാൻ ജയിലിൽ വെച്ച് കൊല്ലപ്പെടുകയായിരുന്നു എന്നുമാണ് മാധ്യമപ്രവർത്തകൻ വജഹത് സയ്യദ് ഖാൻ വെളിപ്പെടുത്തുന്നത്. എന്നാൽ ഇത്രയും വലിയൊരു പ്രചരണവും അതുപോലെ തന്നെ വാർത്തയും അന്താരാഷ്ട്ര തലത്തിൽ വരെ പടർന്നു പിടിച്ചിട്ടും പാകിസ്ഥാൻ ഭരണകൂടത്തിൻ്റെയോ സർക്കാരിൻ്റെയോ ഭാഗത്തുനിന്ന് ഇതുവരെ ഔദ്യോഗികമായ ഒരു പ്രതികരണവും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നമ്മൾ കൃത്യമായി ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ റാവൽപിണ്ടിയിലെ അഡിയാല ജയിലിനുള്ളിൽ ഇമ്രാൻഖാന് സംഭവിച്ചത്? ഇമ്രാൻഖാന്റെ ജീവനും സുരക്ഷയും വലിയ ഭീഷണിയുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും പാർട്ടിയായ PTIയും നേരത്തെ തന്നെ ആവർത്തിച്ച് വ്യക്തമാക്കിയതാണ്. പാകിസ്ഥാനിൽ ജനാധിപത്യപരമായ എല്ലാ മൂല്യങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് എതിരാളികളെ അടിച്ചമർത്തുന്ന ഭരണകൂട വേട്ടയാണ് നടക്കുന്നത് എന്ന ആരോപണങ്ങൾ ശക്തമാകുന്നതിനിടയിലാണ് ഇമ്രാൻഖാന്റെ ജീവന് തന്നെ അപകടം സംഭവിച്ചു എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. ഒന്നാലോചിച്ച് നോക്കണം, ഇവിടെ ഇമ്രാൻഖാൻ പറയുന്നത് പാകിസ്ഥാനിലെ സാധാരണ ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമല്ല എന്നുള്ളതാണ്. ലോകമറിയുന്ന ഒരു പ്രമുഖ കായിക താരം കൂടിയാണ്. ആഗോളതലത്തിൽ വലിയ ജനപ്രിയതയും അതുപോലെ സ്വാധീനവുമുള്ള നേതാവാണ് അദ്ദേഹം എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. എന്നിട്ടും അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ കൃത്യമായൊരു വിശദീകരണം നൽകാൻ സാധിക്കാതെ പാക് ഭരണകൂടം ദയനീയമായി പരാജയപ്പെടുകയാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ വരെ വലിയ പ്രതിഷേധങ്ങളും സംശയങ്ങളും ഉയർന്നു വന്നതോടെ ഒടുവിൽ മരണ വാർത്തകൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ സൈന്യം നേരിട്ട് തന്നെ രംഗത്തിറങ്ങേണ്ടി വന്നു എന്നുള്ളതും യാഥാർത്ഥ്യമായ കാര്യമാണ്. ഇമ്രാൻഖാൻ കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടു എന്നത് തികച്ചും വ്യാജവും അടിസ്ഥാനരഹിതവുമായ പ്രചരണമാണെന്ന് സൈനിക വക്താക്കൾ അറിയിക്കുകയായിരുന്നു. പക്ഷേ ഇവിടെ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം അതല്ല. ഇമ്രാൻഖാൻ ജീവനോടെയുണ്ടെന്ന് സൈന്യം അവകാശപ്പെടുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യനിലയെക്കുറിച്ചോ അവസ്ഥയെക്കുറിച്ചുള്ള വ്യക്തമായ ചിത്രങ്ങളോ തെളിവുകളോ പുറത്തുവിടാൻ സൈന്യവും സർക്കാരും എന്തുകൊണ്ടാണ് തയ്യാറാകാത്തത്? സൈന്യത്തിൻ്റെ ഈ മൗനവും അപൂർണമായ വിശദീകരണവും ജനങ്ങൾക്കിടയിൽ ആശങ്കകൾ ഇരട്ടിപ്പിക്കുകയല്ലേ ചെയ്യുന്നത് എന്നും നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇവിടെ നമുക്കറിയാം, പാകിസ്ഥാനിലെ ഇമ്രാൻഖാൻ ജയിലിലായതിനു ശേഷം അയാളെക്കുറിച്ചുള്ള യാതൊരു വിവരവും പുറത്ത് ലഭ്യമായിരുന്നില്ല. ജീവനോടെ ഉണ്ടോ അതോ മരിച്ചുപോയോ ഇനി അത് കൊല്ലപ്പെട്ടോ എന്ന് പോലും അറിയാൻ കഴിയാത്ത സാഹചര്യങ്ങളാണ് കുടുംബങ്ങൾക്ക് പോലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാതെ തപ്പിക്കളിക്കുന്ന പരിപാടിയാണ് അവിടെ പട്ടാളം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുള്ള ആക്ഷേപവും ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇമ്രാൻഖാന്റെ കുടുംബാംഗങ്ങളും അദ്ദേഹത്തിന്റെ പാർട്ടിയായ പാകിസ്ഥാൻ തെഹ്രീക്കെ ഇൻസാഫ് പാർട്ടിയുടെ മുതിർന്ന നേതാക്കളും അദ്ദേഹത്തെ നേരിൽ കാണുന്നതിനായി ജയിലിലെത്തിയിരുന്നു. എന്നാൽ ഇമ്രാൻഖാനെ കാണാൻ അവർക്ക് അനുവാദം നൽകാൻ ജയിൽ അധികൃതർ കൂട്ടാക്കില്ല. 73 വയസ്സുള്ള ഇമ്രാൻഖാന് കാഴ്ച പ്രശ്നങ്ങളും മറ്റു ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും അലട്ടുന്നുണ്ട്. രോഗബാധിതനായ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ബന്ധുക്കളും പാർട്ടി നേതാക്കളും ജയിലിലേക്ക് എത്തിയത്. എന്നാൽ ഭരണകൂടവും ജയിൽ അധികൃതരും അതിന് തയ്യാറാകാതിരുന്നത് സംശയങ്ങൾ വർദ്ധിപ്പിക്കാൻ ഇടയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു മുൻ പ്രധാനമന്ത്രിക്ക് ഭരണഘടന ഉറപ്പു നൽകുന്ന അടിസ്ഥാനപരമായ അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്നു എന്നതിനുള്ള തെളിവാണ് ഇതെന്നും ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ഇമ്രാൻഖാന്റെ ഭാര്യ ബുഷ്ര ബീവിയും നിലവിൽ വിവിധ അഴിമതി കേസുകൾ ചുമത്തപ്പെട്ട ജയിലിൽ കഴിയുകയാണ്. 2023 അന്നത്തെ പാക് സർക്കാർ പ്രതിപക്ഷ നേതാക്കളെയും രാഷ്ട്രീയ എതിരാളികളെയും വേട്ടയാടി പിടിയിലാക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇമ്രാൻഖാനെയും അറസ്റ്റ് ചെയ്യുന്നത്. തുടർന്ന് റാവൽപിണ്ടിയിലെ അതീവ സുരക്ഷയുള്ള അഡിയാല ജയിലിൽ അദ്ദേഹത്തെ അടയ്ക്കുകയുമായിരുന്നു. വലിയ തരത്തിലുള്ള വിചാരണ നടപടികളും അതുപോലെ പ്രഹസന നിയമ നടപടികളുമാണ് അതിനുശേഷം പാകിസ്ഥാനിൽ ഇറങ്ങിയേറിയത്. ഇമ്രാൻഖാന്റെ പേരിൽ രാഷ്ട്രീയ വൈരാഗ്യം വെച്ച് നിരവധിയായ കേസുകളാണ് നിലവിലെ പാക് ഭരണകൂടം ചുമത്തിയിട്ടുള്ളത്. പ്രധാനമന്ത്രിയായിരുന്ന കാലയളവിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് സമ്മാനമായി ലഭിച്ചതും രാജ്യത്തിന്റെ ഖജനാവിലേക്ക് എത്തിയതുമായ അതീവ വിലപിടിപ്പുള്ള വസ്തുക്കൾ നിയമവിരുദ്ധമായി കുറഞ്ഞ വിലയ്ക്ക് സ്വന്തമാക്കുകയും പിന്നീട് അത് ഉയർന്ന വിലയ്ക്ക് വിപണിയിൽ മറച്ചുവിറ്റ് സാമ്പത്തിക ലാഭമുണ്ടാക്കിയെന്ന ആരോപണത്തിലാണ് തോഷാഖാന കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പാകിസ്ഥാന്റെ ചരിത്രത്തിലെ പല ഭരണാധികാരികളും വിദേശ സമ്മാനങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിലും ഇമ്രാൻഖാനെ മാത്രം വേട്ടയാടാനാണ് ഈ കേസ് ഉപയോഗിച്ചെന്ന് അദ്ദേഹത്തിന്റെ പാർട്ടി വ്യക്തമാക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം അമേരിക്കയിലുള്ള പാകിസ്ഥാൻ നയതന്ത്ര പ്രതിനിധികൾ അയച്ച അതീവ രഹസ്യ സ്വഭാവമുള്ള സിഫർ രേഖകൾ പുറത്തുവിടുകയും അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു എന്നുള്ള ആരോപണത്തിൽ സിഫർ കേസും അദ്ദേഹത്തിനെതിരെയുണ്ട്. ഇതിലൂടെ അദ്ദേഹം പാർട്ടി ഫണ്ടിലേക്ക് വൻതോതിൽ ധനസമാഹരണം നടത്തുകയും സ്വന്തം രാഷ്ട്രീയ പ്രശസ്തിക്കായി രാജ്യസുരക്ഷയെ അപകടപ്പെടുത്തുന്ന രേഖകൾ ദുരുപയോഗം ചെയ്തുവെന്നും അന്വേഷണ സംഘം ആരോപിക്കുന്നുണ്ട്. പാക് വിദേശ നയത്തെയും നയതന്ത്ര ബന്ധങ്ങളെയും തകർക്കാൻ ഇമ്രാൻഖാൻ ശ്രമിച്ചുവെന്നാണ് ഭരണകൂടത്തിൻ്റെ നിലപാട്.
ഇതിനെല്ലാം പുറമെ ഇമ്രാൻഖാനും കുടുംബവും ചേർന്ന് നടത്തുന്ന പഠന കേന്ദ്രത്തിന്റെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട അൽ ഖാദർ ട്രസ്റ്റ് കേസും നിലനിൽക്കുന്നുണ്ട്. പാകിസ്ഥാനിലെ പ്രമുഖ റിയൽ എസ്റ്റേറ്റ് മാഫിയ തലവനിൽ നിന്നും ട്രസ്റ്റിന്റെ പേരിൽ വഴിവിട്ട് ഭൂമി സ്വന്തമാക്കുകയും ഇതിന് പകരമായി അയാൾക്ക് UK ഉണ്ടായിരുന്ന വൻ സാമ്പത്തിക ബാധ്യതകളും നിയമപ്രശ്നങ്ങളും ഒഴിവാക്കാൻ പ്രധാനമന്ത്രി എന്ന പദവി ഉപയോഗിച്ച് ഇടനിലക്കാരനായി പ്രവർത്തിക്കുകയും ചെയ്തു എന്നാണ് മറ്റൊരു കേസ്. സാമ്പത്തിക ക്രമക്കേടുകൾ മറച്ചുവെക്കാൻ ട്രസ്റ്റിന്റെ പേര് ഉപയോഗിച്ചെന്നാണ് ഈ കേസിൽ പാക് വിരുദ്ധ അഴിമതി വിഭാഗം ആരോപിക്കുന്നത്. അതോടൊപ്പം തന്നെ ബുഷ്ര ബീവിയുടെ മുൻ വിവാഹബന്ധം വേർപെടുത്തിയ ശേഷമുള്ള നിർബന്ധിത യുദ്ധ കാലയളവ് പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഇമ്രാൻഖാൻ അവരെ വിവാഹം കഴിച്ചുവെന്ന കുറ്റം ചുമത്തിയാണ് ബുഷ്രയെയും ജയിലിലടച്ചിരിക്കുന്നത്. വ്യക്തിപരമായ ജീവിതത്തെയും മതപരമായ ആചാരങ്ങളെയും പോലും രാഷ്ട്രീയപരമായി ദുരുപയോഗം ചെയ്തുകൊണ്ട് ഒരു മുൻ പ്രധാനമന്ത്രിയും കുടുംബത്തെയും വേട്ടയാടുന്നതിന്റെ അങ്ങേയറ്റത്തെ ഉദാഹരണമാണ് ഈ കേസെന്ന് പാകിസ്ഥാനിലെ ഒരു വിഭാഗം വലിയ തരത്തിൽ വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇത്തരം വൻ വിവാദങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഇടയിലാണ് ഇമ്രാൻഖാൻ ജയിലിൽ വെച്ച് കൊല്ലപ്പെട്ടു എന്ന തരത്തിലുള്ള ഞെട്ടിക്കുന്ന വാർത്തകൾ പടർന്നു പിടിക്കുന്നത്. ഇതേ തുടർന്ന് വലിയ ജനരോഷമാണ് പാകിസ്ഥാനിലുടനീളം ഉടലെടുത്തിരിക്കുന്നത്. സർക്കാരിന്റെയും സൈന്യത്തിന്റെയും അടിച്ചമർത്തൽ നടപടികൾക്കെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ വരും മാസങ്ങളിൽ അതുപോലെ വരും ദിവസങ്ങളിലും രാജ്യത്തുടനീളം വലിയ രീതിയിലുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾ അഴിച്ചുവിടാൻ PTI പാർട്ടി ഔദ്യോഗികമായി തീരുമാനിച്ചിട്ടുമുണ്ട്. ഏതാണ്ട് 20 ലക്ഷത്തോളം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് തലസ്ഥാന നഗരിയായ ഇസ്ലാമാബാദ് ഉപരോധിക്കുന്ന വമ്പൻ റാലി സംഘടിപ്പിക്കാനാണ് അവർ ഒരുങ്ങുന്നതും. രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ഭരണകൂടത്തിനെതിരെ അണിനിരത്താനാണ് PTI പദ്ധതിയിടുന്നത്. ഇമ്രാൻഖാന് എന്ത് സംഭവിച്ചെന്ന കാര്യത്തിൽ കൃത്യമായി വ്യക്തത വരുത്താൻ പാക് സൈന്യവും സർക്കാരും നിർബന്ധരാകുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇത് വെറും ഒരു പാകിസ്ഥാന്റെ ആഭ്യന്തര വിഷയം മാത്രമല്ല, ദക്ഷിണേഷ്യൻ മേഖലയിലും അന്താരാഷ്ട്ര തലത്തിലെയും രാഷ്ട്രീയ സുരക്ഷയും സ്ഥിരതയും സാരമായി ബാധിക്കുന്ന ഒരു വലിയ സംഭവ വികാസം കൂടിയാണ്. ലോകത്തെ വൻ ശക്തി രാജ്യങ്ങളിലും മനുഷ്യാവകാശ സംഘടനകളിലും പാകിസ്ഥാനിലെ ഈ സംഭവ വികാസങ്ങളെ അതീവ ശ്രദ്ധയോടെയാണ് വീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇമ്രാൻഖാന്റെ ജീവനെയും ആരോഗ്യത്തെയും കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ തെളിവുകളോടെയുള്ള മറുപടി നൽകാൻ പാക് ഭരണകൂടം തയ്യാറാകേണ്ടത് അത്യന്താപേക്ഷിതമായി മാറിയിരിക്കുക കൂടിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഇതൊന്നും കൂടാതെ പാകിസ്ഥാനിൽ തകർന്നുകൊണ്ടിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയും കടുത്ത പണപ്പെരുപ്പവും ജനങ്ങളുടെ ജീവിതത്തെ വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുമുണ്ട്. ഭരണകൂടത്തിനെതിരെയുള്ള സാധാരണക്കാരായ ജനങ്ങളുടെ രോഷം വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. ഇമ്രാൻഖാനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്നതുവരെ സമാധാനപരമായി അടങ്ങിയിരിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് പാർട്ടി പ്രവർത്തകർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. പാക് രാഷ്ട്രീയത്തിന്റെ പോക്കിനി ഏത് ദിശയിലാക്കണമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, ഇപ്പോൾ ഇമ്രാൻഖാനെ കാണാതാകുന്നതും അല്ലെങ്കിൽ ഇമ്രാൻഖാൻ ജയിലിൽ എന്ത് സംഭവിച്ചെന്ന് പോലും പാർട്ടി പ്രവർത്തകർക്കോ കുടുംബങ്ങൾക്ക് പോലും അറിയാൻ കഴിയാത്ത അല്ലെങ്കിൽ അറിയിക്കാത്ത സാഹചര്യം അവിടെ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ പ്രതിഷേധം ഏത് നിലയിലേക്ക് മാറുമെന്ന് ഇനി കണ്ടു തന്നെ അറിയണം.